വനം പ്രദേശത്തോടെയുള്ള യാത്രയാണ് കേട്ടോ. ടൗണെല്ലാം കഴിഞ്ഞു. നമ്മുടെ ഹൈ റേഞ്ച് പോലെ തന്നെ ഉള്ള പ്രദേശമാണേ ഇന്ന് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതിനിടയ്ക്കാണെങ്കിൽ മുല്ലപ്പെരിയാറിൽ നിന്ന് നമ്മൾ വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പ് ലൈൻ കാണാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ 2 പ്രാവശ്യം ഇതൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയൊരു പാർട്ട് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എയർ പിൻ വളവ് കറങ്ങി വരുമ്പോൾ കാണാൻ പറ്റുവാണെങ്കിൽ കാണിച്ചു തരാമേ. വേനലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര എല്ലാം ഉണങ്ങിയൊക്കെ നിൽക്കുന്നു. ബസ് പോകുന്നുണ്ട്. ചേട്ടനാണെങ്കിൽ എന്നെ രൂക്ഷമായിട്ട് നോക്കുമ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ ടൗണിലെ കാഴ്ചകൾ നല്ല രസമായിരുന്നു. നമ്മളിപ്പോൾ തന്നെ പക്ഷെ നല്ല ഒരുവിധം നല്ല 2 സൈഡ് ഞാൻ പറയും തെങ്ങ്, മാവ്, എന്തെല്ലാം കൃഷികളാണ് കണ്ടത്. കൊതിയാവും നമുക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇച്ചിരി കൂടി മരങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ മഴക്കാലം ആ സീസൺ വരുമ്പോൾ നല്ലതായിരിക്കും. നമുക്കിവിടെ പൈപ്പ് ഉണ്ട് കേട്ടോ, കാണിച്ചു തരാമേ. നമുക്ക് ആ പൈപ്പ് കാണിച്ചു തരാം കേട്ടോ. നോക്കിക്ക് എന്നാ വലിയ പൈപ്പാണ്. നോക്കിക്ക് എൻ്റെ അമ്മോ, മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്നതാണേ. ഉണ്ട് അങ്ങന്ന് വരുന്നതാണ്. നമ്മൾ താഴേന്ന് മേളിലോട്ട് ഇങ്ങനെ പോവുകയാണ് കേട്ടോ. അങ്ങനെ നമുക്ക് ഈ ഓരോ ഹെയർ പിൻ വളവ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ കാണാനായിട്ട് സാധിക്കും. 2 സ്ഥലത്ത് എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. മുല്ലപ്പെരിയാറിൽ നിന്ന് വൈഗ ഡാമിലോട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ. എല്ലാ വലിയ പൈപ്പ് അത്. പിന്നെ മലനിരകളൊക്കെ കാണാൻ നല്ല രസം. സന്ധ്യയായി തുടങ്ങി പ്രദേശം. അപ്പോൾ നമ്മുടെ പാർട്ട് 1, പാർട്ട് 2 എന്ന് പറഞ്ഞ് നമ്മൾ തമിഴ്നാട്ടിലെ റോഡിലെ വിശേഷങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ പാർട്ട് 3യുടെ വീഡിയോസാണ് കാണുന്നത് കേട്ടോ. അത് നമ്മുടെ കുരങ്ങ് കുഞ്ഞുങ്ങൾ എനിക്ക് കുറച്ച് മുമ്പ് എടുക്കാൻ അങ്ങനെ സാധിച്ചില്ലായിരുന്നു. ഒത്തിരി പേരുണ്ടായിരുന്നു കേട്ടോ. അതിനകത്ത് എനിക്ക് ഏറ്റവും സങ്കടമായൊരു കാഴ്ച കണ്ടത് ഒരു കുരങ്ങ് കുഞ്ഞ് ഡെത്തായി പോയേ. അതിൻ്റെ അമ്മ കുരങ്ങാണെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നൊരു കാഴ്ച കാണാൻ പറ്റിയേ. ഭയങ്കര സങ്കടമായിരിക്കും. റൂട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അടിമാലി റൂട്ടൊക്കെ വരിക. നമ്മൾ ആ ഒരു നൊസ്റ്റാൾജിയാണ് നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത്. അതേ ക്ലൈമറ്റും അതേ ഇതുപോലെയൊക്കെ തന്നെ എയർ പിൻ വളവുകളും കുരങ്ങ് കുഞ്ഞുങ്ങളെയും കുരങ്ങന്മാരെയൊക്കെ കാണാനായിട്ട് ഇതിൻ്റെ അകത്ത് സാധിക്കുകയും അതുപോലെ നമ്മുടെ അല്ലേ നമ്മുടെ കാനനപ്പാത അതുപോലെ തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ലോഡിങ് വണ്ടിയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. പച്ചക്കറിയുടെ ലോഡിങ് വണ്ടിയൊക്കെ മുമ്പ് നമ്മുടെ മുമ്പ് പോകുന്നുണ്ട്. റേച്ചിൽ പാലം വഴി മുല്ലപ്പെരിയാറിൽ നിന്ന് ഒരു ഈ കനാല് വഴി തുറന്നു വിടുന്നതാണ് കേട്ടോ. വെള്ളം ഇരയ്ക്കുന്ന ഒച്ച കേട്ടായിരിക്കും. നമ്മുടെ ഈ വീഡിയോയിൽ നമുക്ക് സ്ത്രീകൾക്കായിട്ടുള്ള ബസ്, നമ്മുടെ പിങ്ക് ബസ് പോയിട്ടോ. ഇത്രേ ഉള്ളൂട്ട വിശേഷങ്ങൾ. നമ്മുടെ ദിയോച്ച കരഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ ദിയോച്ചനെ എടുക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഓക്കെ ബൈ.